ഹലോ, അസ്സലാമു അലൈക്കും. ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് നമ്മൾ സ്കൂൾ വർക്കിനൊക്കെ പോവുമല്ലോ. ഓരോ സ്കൂൾ വർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബീഡ്സിൻ്റെ വർക്കൊക്കെ ചെയ്യുമ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഐറ്റം ഞാൻ ഈ ഒരു വീഡിയോസിൽ ഉണ്ടാക്കിയിട്ട് കാണിക്കണുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, നമുക്ക് വ്യൂസൊക്കെ വളരെ കുറവാണ്, അതുപോലെ തന്നെ ലൈക്കും കുറവാണ്, കമൻറ്റൊക്കെ കുറവാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, വീഡിയോസ് കാണുമ്പോൾ ഫുള്ളായിട്ട് കാണാൻ നോക്കുക, പിന്നെ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഇപ്പോൾ ഒരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ടല്ലോ ഹൈപ്പ്, അതും കൂടെ ചെയ്യുക. അപ്പോൾ എന്നതിന് ശേഷം നിങ്ങൾ വീഡിയോസ് കാണുക. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, സ്കൂൾ വർക്കിനൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നല്ല കളർ കോമ്പിനേഷൻ മുത്തുകൾ നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നല്ല നല്ല ഡിസൈനുകൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെ ചെയ്താലാണ് നമുക്ക് സ്കൂളിലൊക്കെ ബീഡ്സ് മത്സരത്തിലൊക്കെ നമുക്ക് ഫസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടി നോക്കുക. പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോസിൽ ഈ ഒരു ഡിസൈൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്കധികം വൈകാതെ തന്നെ നമുക്ക് വീഡിയോസിലേക്ക് പോയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത് ഈ ഒരു ചരട്, നമുക്ക് ഈ ഒരു മാല ഉണ്ടാക്കാനായിട്ട് ഈ ചരട് നമുക്ക് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഞാൻ ഒരു നൂല്, അത് നമ്മുടെ കയ്യിൽ ഏത് നൂലാണോ ഉള്ളത് വെച്ചെങ്കിൽ, കോട്ടൻ്റെ നൂലാണ് വെച്ചെങ്കിൽ അതെടുക്കുക, അതല്ലെങ്കിൽ നൈലോണിൻ്റെ ത്രെഡ് ഉണ്ട് വെച്ചെങ്കിൽ അതെടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഉള്ളത് വെച്ചെങ്കിൽ നല്ലൊരു കംഫർട്ടബിളായിട്ട് തോന്നുന്ന ഒരു നൂലാണ് നമ്മളിതിന് മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ചരടും അപ്പോൾ ഞാനൊരു നെക്ലേസ് രൂപത്തിലാണ്, നിങ്ങൾ ഫസ്റ്റ് തന്നെ കണ്ടിട്ടുണ്ടാവില്ല, ആ ഒരു മോഡലിലാണ് നമ്മൾ ഈ ഒരു മാല ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ യൂസ് ചെയ്തത് വൈറ്റും റെഡും ബീഡ്സാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ നല്ല കളറായിട്ടുള്ള ഏത് ബീഡ്സാണോ ഉള്ളത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം. അപ്പം ഇനി ആ റെഡിന് പകരം നിങ്ങൾക്ക് ഗോൾഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. കാരണം എൻ്റെ കയ്യിൽ ഗോൾഡ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ പിന്നെ ഞാൻ റെഡ് എടുത്തതാണ്. അപ്പോൾ റെഡും വൈറ്റും ആകുമ്പോൾ ഒരു കളർ കോമ്പിനേഷൻ ആവുമല്ലോ, അത് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ എടുത്തത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ജംറിങ് ഇട്ട് കൊടുക്കുക. ജംറിങ് സെൻറ്ററിലായിട്ടാണ് നമ്മളത് ഇട്ട് കൊടുക്കേണ്ടത്. ഈ ഒരു വീഡിയോസിൽ കാണുന്ന അതേപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ ജംറിങ് ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് ഭാഗവും നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് പിടിക്കുക. എന്നിട്ട് നമ്മൾ ഒരു റെഡ് ബീഡ് ഇട്ട് കൊടുക്കുക. ഒരു ഭാഗത്തിട്ട് കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്തുള്ള ചരട് നമ്മൾ ആ റെഡ് ബീഡിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കുക. ഈ വീഡിയോസിൽ കാണുന്ന അതേപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് രണ്ട് ഭാഗം ഈ ചരടിൻ്റെ അറ്റവും ആ ഭാഗത്തുള്ള ചരടിൻ്റെ അറ്റവും കൂടെ കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നിർത്തി കൊടുക്കുക. കണ്ട, ഈ ഒരു മോഡലാണ് ഞാൻ പറഞ്ഞപ്പോൾ അവിടെ സെൻറ്ററിൽ അതങ്ങോട്ട് പ്രസ്സായിട്ട് ഇരുന്ന്. അപ്പോൾ നമ്മുടെ ജംറിങ് അവിടെ ആവുകയും ചെയ്ത്, ഈ ഒരു ബീഡ്സ് അവിടെ ഇതാവുകയും ചെയ്ത്. ഇനി നമ്മളത് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെല്ലോ ടേപ്പ് എന്തെങ്കിലും ഒട്ടിച്ചിട്ട് അവിടെ നിർത്താം. കാരണം അത് കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ വെച്ച് നിർത്തിയപ്പോൾ എനിക്കത് ശരിയായൊന്നുമില്ല, ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ പിന്നെ ഞാൻ വെക്കാനൊന്നും നിന്നില്ല. ഇനി നമ്മൾ ഒരു ചരടിൻ്റെ മുകളിൽ ഒരു വൈറ്റ് ബീഡ് ഇട്ട് കൊടുക്കുക. ഇപ്പുറത്തെ നൂലിൻ്റെ മുകളിലും ഒരു വൈറ്റ് ബീഡ് ഇട്ട് കൊടുക്കുക. ഈ വീഡിയോസിൽ കാണുന്ന അതേപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അതിന് ശേഷം ഒരു ചരടിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഒരു റെഡ് ബീഡ്, രണ്ട് റെഡ് ബീഡാണ് ഇട്ട് കൊടുക്കേണ്ടത്. അത് ഒരു ചരടിൻ്റെ മുകളിലാണ് നമ്മൾ രണ്ട് റെഡ് ബീഡ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് അപ്പുറത്തെ ഭാഗത്തുള്ള ആ നൂല് ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടെ ഇട്ട് കൊടുക്കുക. കണ്ട, ഈ വീഡിയോസിൽ കാണുന്ന അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കുക. വീണ്ടും നമ്മൾ രണ്ട് റെഡ് ബീഡ് ഒരു ചരടിൻ്റെ മുകളിൽ, അതായത് ഒരു നൂലിൻ്റെ മുകളിൽ രണ്ട് റെഡ് ബീഡ് ഇട്ട് കൊടുത്തിട്ട് അപ്പുറത്തെ ചരട് വീണ്ടും ഈ രണ്ട് റെഡിൻ്റെ ഉള്ളിലേക്ക് കൂടെ ഇട്ട് കൊടുത്തിട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എടുക്കേണ്ടത്. ഞാൻ കാണിച്ചു തരാം, ഒന്നും കൂടെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പോൾ ശരിക്കാണ്ട് കടക്കാനൊരു ബുദ്ധിമുട്ട്, അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം അതിൻ്റെ മുകളിൽ തന്നെ മെനക്കെട്ട് നിന്ന്. അപ്പോൾ അത് കടന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് സിമ്പിളായിട്ട് പോവുകയും ചെയ്യും.
അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ രണ്ടും കൂടെ കണ്ട് വലിച്ചെടുക്കുക. അപ്പോൾ അത് സെൻട്രലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം പോലെ ചെയ്യുന്നത്. ഇനി നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, അപ്പുറത്തെ നൂലിൻ്റെ മുകളിൽ ഒരു വൈറ്റ് ബീഡ് ഇട്ട് കൊടുക്കുക. ഏകദേശം ഈ ഒരു മോഡൽ അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറഞ്ഞു കാണിച്ചു തരാം. ഇനി നമ്മൾ ചെയ്യുമ്പോൾ അപ്പുറത്തെ ചരടിൻ്റെ മുകളിൽ ഒരു വൈറ്റ് ബീഡ് ഇട്ട് കൊടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഈ ഭാഗത്ത് നമ്മൾ ഒരു വൈറ്റ് ബീഡ് ഇട്ട് കൊടുക്കുക. ഇനി ഏതെങ്കിലും ഒരു ഇന്ന ഭാഗത്ത് നിന്നില്ല, ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക, 2 റെഡ് ബീഡ് ഇട്ട് കൊടുക്കുക. നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തത് അപ്പുറത്തെ ഒരു വൈറ്റ് ബീഡ്, ഇപ്പുറത്തെ ചരടുമ്മലും ഒരു വൈറ്റ് ബീഡ്. ഇനി ഏതെങ്കിലും ഒരു ഭാഗത്ത് 2 റെഡ് ബീഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മറ്റേ ഭാഗത്തുള്ള ആ ഒരു നൂല് ഈ റെഡിൻ്റെ ഉള്ളിലേക്ക് കൂടെ അങ്ങോട്ട് വലിച്ചെടുക്കുക. അപ്പോഴാണ് നമുക്ക് ആ സെൻട്രലായിട്ട് ആ റെഡ് ബീഡ് വരുള്ളൂ. അപ്പോൾ ഇതുപോലെയാണ് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് പോകേണ്ടത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി മനസ്സിലാവാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ ഇങ്ങനെ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഇങ്ങനെ പോസ് ചെയ്തിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഏകദേശം ഈ ഒരു മോഡലിലാണ് നമുക്കൊരു ചങ്ങല പോലെയാണ് നമുക്കിത് ഉണ്ടാക്കിയിട്ട് കിട്ടേണ്ടത്. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, വൈറ്റ് ബീഡ് ഇട്ട് കൊടുക്കുക, അപ്പുറം വൈറ്റ് ബീഡ് ഇട്ട് കൊടുക്കുക, സെൻറ്ററിൽ റെഡ് ബീഡ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഏകദേശം നമുക്ക് ഇത്രയും ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കഴുത്തിന്, അതായത് ഫ്രണ്ട് പോർഷൻ ഒന്നും നമുക്ക് കഴുത്തിലൊപ്പം കിട്ടിയാൽ മതി. ബാക്കിലേക്ക് അങ്ങനെ വേണമെന്നില്ല. ബാക്കിലേക്ക് പിന്നെ 2 സൈഡിലേക്കും കൂടെ ചരട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിലേക്കും സൈഡിലേക്കും വേണമെന്നില്ല. ഈ ഫ്രണ്ട് ഭാഗം മാത്രമാണ് നമുക്ക് ഈ ഒരു ഡിസൈന് കിട്ടേണ്ടത്. അപ്പോൾ അതിനുള്ള അത്യാവശ്യം ഒരു വലുപ്പമാണ് നമുക്ക് വേണ്ടത്. അതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിർത്താം. അപ്പോൾ അത്രയും വലുപ്പമാണ് വേണ്ടുള്ളൂ. പിന്നെ ലാസ്റ്റ് നമുക്ക് ജംപ് റിങ് ഇട്ടിട്ട് അവിടെ പൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, നമ്മൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഫ്രണ്ട് ഭാഗം മാത്രമാണ് നമുക്ക് വേണ്ടുള്ളൂ. അപ്പോൾ സൈഡിലേക്കും ബാക്കിലേക്കും ഒക്കെ പിന്നെ നമ്മൾ ചരടാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അപ്പുറത്തും നമ്മൾ ലാസ്റ്റ് നമ്മൾ ജംപ് റിങ് ആ ഒരു സൈഡിലും ഇട്ടിട്ടുണ്ട്, ഈ ഒരു സൈഡിലും ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ആ ജംപ് റിങ് ഇട്ട് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഈ ചരടും കൂടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ സ്കൂൾ വർക്കിനൊക്കെ നമ്മൾ പോകുമ്പോൾ നല്ല അടിപൊളി നല്ല മോഡലിൽ ട്രെൻഡിങ് ആയിട്ടുള്ള മോഡലൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ നല്ല കളർ കോമ്പിനേഷനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫസ്റ്റ് കിട്ടും ചെയ്യും. അപ്പോൾ അതൊക്കെ നന്നായി ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ കാണുമ്പോൾ ഫുള്ളായിട്ട് കാണാൻ നോക്കുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഹൈപ്പ്, അതും കൂടെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെയൊക്കെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.